ബലിപെരുന്നാൾ ദിവസം നമ്മളെല്ലാവരും അറുക്കേണ്ട ബലിപെരുന്നാൾ എന്ന് നമ്മൾ വിളിക്കാറുള്ള ഉദ്ഹിയത്ത്, അതാണ് സ്വതക്ക കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് ഉദ്ദേശിച്ചത്. പാവങ്ങളായ ആളുകൾ, മിസ്കീന്മാരായ ആളുകൾ, ഫഖീറുകളായ ദരിദ്രരായ ആളുകൾക്ക് അന്ന് പ്രയാസമുണ്ടാവാൻ പാടില്ല, അന്ന് ഭക്ഷണമില്ലാതെ പ്രയാസപ്പെടാൻ പാടില്ല. സുഭിക്ഷമായി മാംസം തിന്നാൻ അവസരം നൽകുന്നു. അപ്പൊ ജനങ്ങളിലേക്ക് ചെയ്യുന്ന നന്മയും ജനങ്ങളിലേക്ക് ചെയ്യുന്ന സ്വതക്കയും ഒരുമിച്ച് കൂടിയ ദിവസങ്ങളാണിത്. ആരൊക്കെയാണ് ഉദ്ഹിയത്ത് അറുക്കേണ്ടത്? ഞാൻ മനസ്സിലാക്കുന്നത് ഈ സദസ്സിലുള്ള എല്ലാവരും ഉദ്ഹിയത്തിന് അർഹരാണ് എന്നാണ്. ഉദ്ഹിയത്ത് അറുക്കാൻ നമ്മളൊക്കെ അർഹരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വന്തം ഭാര്യയുടെ ചെലവ്, സ്വന്തം മക്കളുടെ ചെലവ്, ആ പെരുന്നാൾ ദിവസത്തെ ചെലവ് കഴിഞ്ഞ് ഒരാളുടെ കയ്യിൽ ഉദ്ഹിയത്ത് അറുക്കാനുള്ള ഒരു 10,000 രൂപ അല്ലെങ്കിൽ ഒരു 7,000 രൂപ ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ അയാൾക്ക് സുന്നത്ത് മുഅക്കദയാണ് ഉദ്ഹിയത്ത് അറുക്കൽ. സുന്നത്ത് മുഅക്കദയാണ്, ഒഴിവാക്കൽ കറാഹത്താണ്. ശാഫിഈ മദ്ഹബ് പ്രകാരം ഉദ്ഹിയത്ത് ഒഴിവാക്കൽ കറാഹത്താണ്. ഒരു ഹദീസ് പ്രകാരം, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഒരു ഹദീസ് പ്രകാരം കഴിവുണ്ടായിട്ടും ഉദ്ഹിയത്ത് അറുക്കാത്ത ഒരാൾ പെരുന്നാൾ നിസ്കരിക്കാൻ എന്റെ പള്ളിയിലേക്ക് വരരുത് എന്ന് ശഫീഉനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിവുണ്ടായിട്ടും ഉദ്ഹിയത്ത് അറുക്കാത്തവർ എന്റെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ കടന്നു വരരുത്. പെരുന്നാൾ നിസ്കാരത്തിന് അവർ സന്നിഹിതരാവരുത്, കടന്നു വരരുത്. ആർക്കൊക്കെയാണ് കഴിവുള്ളത്? സ്വന്തം ഭാര്യയുടെ നിർബന്ധമായി ചെലവ് കൊടുക്കേണ്ട മക്കളുടെ ചെലവ് കഴിഞ്ഞ്, അന്നത്തെ ദിവസത്തിന്റെ ചെലവ് കഴിഞ്ഞ് ഉദ്ഹിയത്തിന്റെ ഓരോ ഓഹരിയും കൂടാനുള്ള ഒരു 7,000 രൂപ അല്ലെങ്കിൽ ഒരു 5,000 രൂപ അല്ലെങ്കിൽ ഒരു 10,000 രൂപയും അവർക്ക് ഉദ്ഹിയത്ത് സുന്നത്ത് മുഅക്കദയാണ്, ഒഴിവാക്കാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഉദ്ഹിയത്ത് സുന്നത്തല്ല, നിർബന്ധമായിട്ട് തർക്കണ്ടേ? ഹനഫി മദ്ഹബ് പ്രകാരം ഉദ്ഹിയത്ത് വാജിബാണ്, നിർബന്ധമാണ്. ഉദ്ഹിയത്ത് തർക്കണ്ടേ? ഭാര്യയുടെ ചെലവ്, മക്കളുടെ ചെലവ്, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു പോത്തൊരാൾ വാങ്ങുകയാണെങ്കിൽ ഒരു 1.5 കിൻഡൽ 2 കിൻഡലൊക്കെ ഉള്ള ഒരു പോത്താണ് 60,000 രൂപ 70,000 രൂപ ഒക്കെ വരും. അപ്പൊ 7 ആളാകുമ്പോൾ 9,000 10,000 രൂപ വരും. നേരെ മറിച്ച് ഒരു കാള വാങ്ങുകയാണെങ്കിൽ 35,000 രൂപ 25,000 രൂപയ്ക്കൊക്കെ കാള കിട്ടും. അപ്പൊ 7 ആളാകുമ്പോൾ 5,000 രൂപയ്ക്ക് 4,000 രൂപയ്ക്കൊക്കെ ഷെയർ കിട്ടും, ഒരു ഓഹരി. ആടാണെങ്കിൽ ചിലപ്പോൾ നല്ല ക്യാഷ് ഉണ്ടാകും, ഒരു ആടിന് 10,000 രൂപയ്ക്ക് വരെ ഉണ്ടാകും. അപ്പൊ ഒരു ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളും വീട്ടിൽ നിർബന്ധമായി കൊടുക്കേണ്ട ചെലവ് കഴിഞ്ഞിട്ട്, പെരുന്നാൾ ദിവസത്തെ ചെലവ് കഴിഞ്ഞിട്ട് അവരുടെ കയ്യിൽ 10,000 രൂപ ബാക്കി ഉണ്ടാവൂലേ, അക്കൗണ്ടിൽ ഉണ്ടാവൂലേ, സ്വത്തുക്കൾ ഉണ്ടാവൂലേ, മറ്റുള്ള വരുമാനങ്ങളൊക്കെ ഉണ്ടാവൂലേ? അപ്പൊ നിർബന്ധമായിട്ട് നിങ്ങൾ ഉദ്ഹിയത്ത് കൊടുക്കണ്ടേ? നമ്മളതിന് അർഹരല്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കും. നമ്മൾ അർഹരല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറി നിൽക്കും. കൊടുക്കണം. നമ്മൾ എന്തിനാ ഉദ്ഹിയത്തിന് അത്ര നിസ്സാരമായി കാണുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ ഒരു ദിവസം തന്നെ 100 മൃഗങ്ങളെ ഉദ്ഹിയത്ത് അറുത്തു കൊടുത്തിട്ടുണ്ട്. പെരുന്നാൾ ദിവസം, ബലിപെരുന്നാൾ ദിവസം 100 ആടുകളെ അല്ലാഹുവിന്റെ ഹബീബ് ഉദ്ഹിയത്ത് അറുത്തു കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെ? സ്വന്തം കാൽമുട്ട് അല്ലാഹുവിന്റെ ഹബീബ് ഉദ്ഹിയത്തിന്റെ മൃഗത്തിന്റെ പിരടിയിൽ വെച്ച് 63 സ്വന്തം കൈകൾ കൊണ്ട് അറുത്തു കൊടുത്തു. ബാക്കി 37 അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് അറുക്കാൻ ഏൽപ്പിച്ചു. ഒരൊറ്റ ഒരു പെരുന്നാളിന് 100 ഉദ്ഹിയത്തിന്റെ മൃഗങ്ങളെയാണ് അല്ലാഹുവിന്റെ ഹബീബ് അറുത്തു കൊടുത്തത്. ഫാത്തിമ ബീവിയോട് നബി തങ്ങൾ പറഞ്ഞു, ഫാത്തിമ ഖൂമി ഇലാ ഉദ്ഹിയതികി, നിന്റെ ഉദ്ഹിയത്തിന്റെ അടുത്ത് പോയി നീ ഹാജരാവണം. അഥവാ സ്ത്രീകളും ഉദ്ഹിയത്ത് അറുക്കണം, സ്ത്രീകളും ഉദ്ഹിയത്ത് അറുക്കണം. ഒരു വീട്ടിൽ ഒരാളൊരു പോത്ത് വാങ്ങുകയാണെങ്കിൽ 7 ഓഹരികൾ ആ പോത്തിൽ ഉൾപ്പെടുത്താമല്ലോ. അപ്പൊ നിങ്ങളുടെ ഭാര്യ അതിലൊരു ഓഹരിയായി നിങ്ങൾ ഉൾപ്പെടുത്തണം. അതിന് ഭാര്യ ക്യാഷ് തരുമെങ്കിൽ വാങ്ങാം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ ക്യാഷ് കൂട്ടണം. ഇതെന്റെ ഭാര്യയുടെ ഒരു ഓഹരിയാണ്. നിങ്ങളുടെ മക്കളുണ്ടെങ്കിൽ മക്കളുടെ ഉദ്ഹിയത്തും നിങ്ങൾ ചേർക്കണം. നിങ്ങൾക്ക് മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ മാതാപിതാക്കളെയും ചേർക്കണം. എന്നിട്ട് ഉമ്മയോട് പറയണം, ഉമ്മ നിങ്ങളുടെ ഉദ്ഹിയത്തിന്റെ ഓഹരി ഇതിലുണ്ട്, ഉമ്മയിൽ നിന്ന് ക്യാഷ് തന്നാൽ വാങ്ങാം, അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കണം ക്യാഷ്. ഉപ്പയുടെ ഓഹരി, ഉപ്പ ക്യാഷ് തന്നാൽ വാങ്ങാം, അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കണം. അങ്ങനെ 7 ആളുകളെ ഉൾപ്പെടുത്തണം. ഒരു വീട്ടിലെ 7 ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉദ്ഹിയത്ത് അറുത്തുകൂടെ? അങ്ങനെ ഉദ്ഹിയത്ത് അറുത്ത മൃഗമാണ് നാളെ മഹ്ശറ ലോകത്തേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത്. ഖബറിൽ നിന്ന് കൂട്ടം കൂട്ടമായി ആളുകൾ എണീച്ചാൽ മഹ്ശറയിലേക്ക് കൊണ്ടുപോകുന്ന മൃഗം നമ്മൾ ഉദ്ഹിയത്ത് അറുത്ത മൃഗമായിരിക്കും.
അതേപോലെ തന്നെ ഹിസാബ് കഴിഞ്ഞ് സിറാത്ത് പാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഉദ്ഹിയത്തിന്റെ മൃഗമാണ് സിറാത്ത് പാലത്തിലൂടെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകാൻ കടന്നു വരിക എന്ന് ഹദീസുകളിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഉദ്ഹിയത്ത് അറുക്കുമ്പോൾ ഏറ്റവും നല്ല ശക്തിയുള്ള, ഏറ്റവും നല്ല മാംസമുള്ള, ചുറുചുറുക്കുള്ള മൃഗത്തെ തന്നെ അറുക്കണമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതായിരുന്നു ഇഷ്ടം. ഏറ്റവും നല്ലതിനെ അറുക്കലാണ്, കാണാൻ ഭംഗിയുള്ള, നല്ല മാംസമുള്ള, ഏറ്റവും വിലപിടിപ്പുള്ളതിനെ തന്നെ അറുക്കണമെന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത്. എന്തിനാണ്? ഇതൊരു ഇബാദത്താണ്, ഇതൊരു ആരാധനയാണ്. ആരാധനയിൽ ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൊടുക്കുമ്പോഴാണ് അല്ലാഹു തആല പൂർണ്ണമായ പ്രതിഫലം നൽകുന്നത്. ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൊടുക്കണം. മറ്റുള്ള എല്ലാ വിഷയങ്ങൾക്കും നമ്മൾ ചെലവഴിക്കാറുണ്ട്. കോടികൾ ചെലവഴിച്ച് നമ്മൾ വീടെടുക്കാറുണ്ട്. ലക്ഷങ്ങൾ ചെലവഴിച്ച് നമ്മൾ വാഹനങ്ങൾ വാങ്ങാറുണ്ട്. 10,000ങ്ങളുടെ ഫോണുകളും ലക്ഷങ്ങളുടെ ഫോണുകളും വസ്ത്രങ്ങളും ചെരുപ്പുകളും എല്ലാം നമ്മൾ വാങ്ങാറുണ്ട്. പക്ഷേ അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിച്ചൊരു സുന്നത്തായ ചടങ്ങിന് എന്തിനാണ് നമ്മൾ ഇങ്ങനെ പിശുക്ക് കാണിക്കുന്നത്? അവിടെ പോയി ഏറ്റവും വില കുറഞ്ഞത് നമ്മൾ വാങ്ങുന്നത്. നല്ലത് തന്നെ വാങ്ങണം, നല്ല കഴിവുള്ളത്, നല്ല വെളിപ്പെടുപ്പുള്ളത് തന്നെ വാങ്ങണം. അതൊരു ഇബാദത്താണെന്നുള്ള ബോധത്തോടെ ഈ മൃഗമാണ് നാളെ മഹ്ശറാലോകത്ത് നമ്മെ രക്ഷപ്പെടുത്താൻ വരുന്നത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചര്യയാണത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്തതുകൊണ്ട് ഞങ്ങൾ എന്തിനാണ് നബിയെ ചെയ്യുന്നത് എന്നൊരു സഹാബി ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി, നിങ്ങൾക്ക് അതിന്റെ ഓരോ രോമത്തിനും അല്ലാഹു തആല പ്രതിഫലം നൽകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. ഒരു ആട്ടിൻകുട്ടിയിലുള്ള, ഒരു ആടിലുള്ള രോമങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ നമ്മൾക്ക് കഴിയോ? അല്ലെങ്കിൽ ഒരു പോത്തിലുള്ള രോമങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയോ? ഇല്ല. അപ്പൊ ഒരു ആടിലുള്ള, ഉദ്ഹിയത്തിന്റെ മൃഗത്തിലുള്ള രോമങ്ങൾ എത്രയാണോ ഓരോ രോമങ്ങൾക്കും അല്ലാഹു പ്രതിഫലം നൽകുമെന്നാണ് പറഞ്ഞത്. അപ്പൊ കഴിവുള്ള ആളുകൾ ഏറ്റവും നല്ലത് തന്നെ ഇറക്കണം. പിന്നെ കഴിവില്ലാത്ത ആളുണ്ടാവും, ചെലവൊക്കെ കഴിഞ്ഞിട്ട് ഒരു 5,000 രൂപയെ ബാക്കിയുള്ളൂ. അങ്ങനെയുള്ള ഒരു 7 ആൾ കൂടിയിട്ട് ഒരു കാള വാങ്ങിച്ചു 35,000 രൂപയ്ക്ക്. ഉദ്ഹിയത്ത് ഇറക്കാനുള്ള വയസ്സായിട്ടുണ്ട്, 2 വയസ്സായിട്ടുണ്ട്. നിങ്ങൾ അതർക്കുക. കഴിവുള്ള ആളുകൾ ചെറുതിനെ തെരഞ്ഞെടുക്കരുത്. ഭംഗിയുള്ള, മാംസമുള്ള, വിലപിടിപ്പുള്ളതിനെ തെരഞ്ഞെടുത്ത് എന്തായാലും ഉദ്ഹിയത്ത് ഇറക്കണം, നിസ്സാരമായി കാണുകയേ ചെയ്യരുത് എന്ന് വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. അങ്ങനെ ഉദ്ഹിയത്ത് ഇറക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഇതെന്റെ സുന്നത്തായ ഉദ്ഹിയത്താണെന്ന് പറയണം. ഉദ്ഹിയത്തിന്റെ മൃഗമൊക്കെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടാവും. എന്നിട്ട് വീട്ടിൽ കെട്ടിയിട്ട് നാട്ടുകാർ വരുമ്പോ ഇതെന്റെ ഉദ്ഹിയത്തിന്റെ മൃഗമാണെന്ന് പറയരുത്. ഇതെന്റെ സുന്നത്തായ ഉദ്ഹിയത്തിന്റെ മൃഗമാണ്, അങ്ങനെ പറയാം. ഇതെന്റെ സുന്നത്തായ ഉദ്ഹിയത്താണെന്ന് പറയണം. ഇതെന്റെ ഉദ്ഹിയത്തിന്റെ മൃഗമാണെന്ന് പറഞ്ഞാൽ, ഇതെന്റെ ഉദ്ഹിയത്താണെന്ന് പറഞ്ഞാൽ ഉദ്ഹിയത്ത് നിർബന്ധമായി. ഉദ്ഹിയത്ത് നിർബന്ധമായാൽ അതിൽ നിന്നൊരു കഷ്ണം പോലും തിന്നാൻ പാടില്ല. അതിൽ നിന്നൊരു കഷ്ണം പോലും ധനികർക്ക് പോലും, മുസ്ലിമീങ്ങളായ മുതലാളിമാർക്ക് പോലും നൽകാൻ പാടില്ല. എല്ലാം ദരിദ്രരായ പാവങ്ങൾക്ക് കൊടുക്കണം. നിർബന്ധമായ ഉദ്ഹിയത്താണെങ്കിൽ ഒരാൾ ഉദ്ഹിയത്ത് അറുക്കാൻ വേണ്ടി നേർച്ച ചെയ്തു. ഇതാ കഴിഞ്ഞ വർഷം നേർച്ച ചെയ്തതാണ്. വീട്ടിലുള്ള 2 വയസ്സായ ഒരു കാളയെയോ ഒരു ആട്ടിൻകുട്ടിയെയോ കാണിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ ആട്ടിൻകുട്ടിയെ ഉദ്ഹിയത്ത് അറുക്കാൻ വേണ്ടി ഞാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ നിർബന്ധമായ ഉദ്ഹിയത്താണ്. അതിൽ നിന്നൊരു കഷ്ണം പോലും നേർച്ച ചെയ്തവന് കഴിക്കാൻ പാടില്ല. കഴിക്കൽ ഹറാമാണ്. മുതലാളിമാർക്കും കൊടുക്കരുത്. പിന്നെ സർവ്വതും നാട്ടിലുള്ള പാവങ്ങൾക്ക് വേണ്ടി സ്വതക്ക ചെയ്യണം. എന്നാൽ സുന്നത്തായ ഉദ്ഹിയത്ത് അങ്ങനെയല്ല. ഏതാണ് സുന്നത്തായ ഉദ്ഹിയത്ത്? ഇതെന്റെ സുന്നത്തായ ഉദ്ഹിയത്താണ് എന്ന് കരുതണം. അങ്ങനെ സുന്നത്തായ ഉദ്ഹിയത്താണെങ്കിൽ ഒരൽപ്പം മാത്രം കൊടുത്ത്, എല്ലാം അയാൾക്ക് കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഒരൽപ്പം മാത്രം ഫഖീറായ ഒരാൾക്ക് കൊടുത്ത്, ദരിദ്രരായ ആളുകൾക്ക് കൊടുത്ത്, ബാക്കിയുള്ളത് മുഴുവനും വീട്ടിൽ ഫ്രീസറിൽ വെച്ച് കഴിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല. പക്ഷെ നല്ലതല്ല. ഒരൽപ്പം മാത്രം എടുത്തുകൊണ്ട് മറ്റുള്ളതെല്ലാം പാവങ്ങളായ ആളുകൾക്ക് നല്ലത് നൽകലാണ് ഏറ്റവും നല്ലത്. പക്ഷെ നിർബന്ധമായാൽ ഒരു കഷ്ണം പോലും കഴിക്കാൻ പാടില്ല. അതുകൊണ്ട് ഉദ്ഹിയത്തിന്റെ മൃഗം വാങ്ങിച്ചാൽ ഇതെന്റെ സുന്നത്തായ ഉദ്ഹിയത്താണെന്നാണ് നമ്മൾ പറയേണ്ടത്. അല്ലാതെ ഇതെന്റെ ഉദ്ഹിയത്താണ് എന്നോ ഇതെന്റെ ഉദ്ഹിയത്തിന്റെ മൃഗമാണോ എന്നോ ആരും പറഞ്ഞു പോകരുത്. പറഞ്ഞാൽ നിർബന്ധമായി നിർബന്ധത്തിന് സുന്നത്തിനേക്കാളും പ്രതിഫലം കൂടുതലാണ്. അതുകൂടി മനസ്സിലാക്കണം. സുന്നത്ത് നിസ്കരിച്ച ഒരാള്
സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കരിച്ചു ഒരാള്, സുബഹി നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചു. ഏതിനാ കൂലി കൂടുതൽ? 2 റക്അത്താണ്. പ്രതിഫലം കൂടുതൽ ഏതിനാ? ഫർളായ സുബഹിക്കാണ്. കാരണം എന്തേ? അത് നിർബന്ധമാണ്, ഇത് സുന്നത്താണ്. നിർബന്ധമായ ഫർളിനാണ് സുന്നത്തിനേക്കാളും കൂലിയുള്ളത്. നിർബന്ധമായ ഉദ്ഹിയത്തിനാണ് സുന്നത്തായ ഉദ്ഹിയത്തിനേക്കാളും പ്രതിഫലമുള്ളത്. നിർബന്ധമായി എന്ന് പറഞ്ഞാലും പേടിക്കേണ്ടതില്ല, അല്ലാഹു പ്രതിഫലം കൂടുതൽ തരും. ഏതായാലും എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ആളുകളോടും പറയാനുള്ളത്, നിങ്ങൾ എന്തായാലും മറുക്കാൻ വേണ്ടി ഒഴിവ് കഴിവ് പറഞ്ഞ് എക്സ്ക്യൂസ് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കരുത്. എന്തായാലും ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിഭാഗം ആളുകളും അറുക്കാൻ അവകാശികളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 7 ആളുകൾ കൂടി ഒരു മാടിനെ അറുക്കാം, ഒരു കാള അല്ലെങ്കിൽ ഒരു പൂത്തിനെ 7 ആളുകൾക്ക് കൂടി അറുക്കാം. അല്ലെങ്കിൽ ആടറുക്കുകയാണെങ്കിൽ ഒരാൾക്കേ അറുക്കാൻ പാടുള്ളൂ, ഒരാൾക്കേ അറുക്കാൻ കഴിയുള്ളൂ. ഇത് നിങ്ങളെ മനസ്സിലാക്കണം. വീട്ടിൽ വെച്ച് ഒരു കൂട്ടുകാർ, ഒരു കുടുംബത്തിലെ ഒരാളൊരു ആടിനെ അറുക്കുകയാണെങ്കിൽ അയാൾക്ക് അറുക്കുന്നവർക്കാണ് ആ ഉദ്ഹിയത്ത് കൂടുന്നത്. പക്ഷേ അയാൾക്ക് അതിന്റെ പ്രതിഫലം ഉമ്മയുടെ പേരിൽ ഹദിയ ചെയ്യാം, ഭാര്യയുടെ പേരിൽ ഹദിയ ചെയ്യാം, മക്കളുടെ പേരിൽ ഹദിയ ചെയ്യാം. ഏതുപോലെ ഫാത്തിഹ ഓതി നമ്മൾ മഹാനായ അബൂ സൂഫി അവരുടെ ഹദ്റത്തിലേക്ക് ഹദിയ ചെയ്യുമ്പോൾ അദ്ദേഹത്തിനും നമ്മൾക്കും കൂലി ലഭിക്കുന്നത് പോലെ നമ്മൾക്ക് ഉദ്ഹിയത്തിന്റെ ഒരു ആർഡറെടുത്തിട്ട്, അല്ലാഹുവേ ഇതിന്റെ പ്രതിഫലം എന്റെ ഉമ്മയ്ക്ക് കൊടുക്കണേ അല്ലാ, ഇതിന്റെ പ്രതിഫലം എന്റെ ഭാര്യയ്ക്ക് കൊടുക്കണേ അല്ലാ, എന്റെ വീട്ടുകാർക്ക് ഇതിന്റെ പ്രതിഫലം കൊടുക്കണേ അല്ലാ എന്ന് പറഞ്ഞാൽ അവർക്കതിന്റെ പ്രതിഫലം കിട്ടും. പക്ഷേ ഉദ്ഹിയത്ത് അറുത്തതുപോലെയാവൂല, പ്രതിഫലം കിട്ടും. ഉദ്ഹിയത്ത് അറുത്ത ആ ശ്രേഷ്ഠത കിട്ടണമെങ്കിൽ ഉദ്ഹിയത്ത് തന്നെ അറുക്കണം. കഴിവിന്റെ പരമാവധി എല്ലാ വർഷവും എല്ലാവരും ഉദ്ഹിയത്ത് അറുക്കാൻ വേണ്ടി ശ്രമിക്കുക. കല്യാണം കഴിയാത്ത ചെറുപ്പക്കാരൊക്കെ ഉണ്ടാകും, നിങ്ങൾക്ക് നിർബന്ധമായിട്ട് അറുക്കണം. നിങ്ങളുടെ ചെലവ് കഴിഞ്ഞ് നിങ്ങളുടെ കയ്യിൽ 10,000 രൂപ എന്തായാലും ബാക്കിയുണ്ടാവും, നിർബന്ധമായിട്ട് അറുക്കണം. അവിടെ ഒരു എക്സ്ക്യൂസ് വേണ്ട. ദീനിന്റെ ഇബാദത്തിന് മാത്രം എന്തിനൊരു എക്സ്ക്യൂസ്? എന്തിനാ നമ്മൾക്ക് ഒരു ഇളവ്? സ്ത്രീകളും അറുക്കണം, ആണുങ്ങൾ അറുക്കണം, എല്ലാവരും അറുക്കണം. അങ്ങനെ അറുത്ത് പാവങ്ങളായ ആളുകൾക്ക് ഇത് ഹദിയ ചെയ്യണം. നമ്മൾ എല്ലാവർക്കും മാംസം നമ്മൾ വിതരണം ചെയ്യണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതാണ് ഇവിടെ പറഞ്ഞ സ്വതക്ക എന്ന് പറഞ്ഞത്. ഈ 10 ദിവസങ്ങളിൽ ഹജ്ജുണ്ട്, നോമ്പുണ്ട്, സ്വതക്കയുണ്ട്, ഖുർആൻ പാരായണമുണ്ട്, നന്മകളെല്ലാം ഒരുമിച്ച് കൂടിയത് കൊണ്ടാണ് അല്ലാഹു തആല ഇതിന് ഒരുപാട് മഹത്വങ്ങൾ നൽകിയത്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ നിരന്തരമായ ദുആ ചെയ്യാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിആ, അല്ലാഹുവേ നാഫിആയ ഇൽമിനെ നീ എനിക്ക് തരണേ അല്ലാഹ്. വരിസ്ഖൻ ത്വയ്യിബാ, ഹലാലായ ഭക്ഷണം നീ എനിക്ക് നൽകണേ അല്ലാഹ്. ഹലാലായ ത്വയ്യിബായ ഭക്ഷണം നീ എനിക്ക് നൽകണേ എന്ന് ദുആ ചെയ്യാറുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാ ആളുകളും ഭക്ഷണത്തിലേക്ക്, സമ്പാദ്യങ്ങളിലേക്ക് ഹറാം കൂടിക്കലരാതെ സൂക്ഷിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വഅമലൻ മുതഖബ്ബലാ, അല്ലാഹുവേ എന്റെ അമലുകളെ സ്വീകാര്യമായ അമലുകളാക്കണേ എന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു. നമ്മളും ദുആ ചെയ്യണം ഇൽമു നാഫിയാകാൻ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിആ, اللهم إني أسألك علما نافعا ورزقا طيبا وعملا متقبلا എന്നുള്ള പ്രാർത്ഥന നമ്മളും ദുആ ചെയ്യണം. അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. വൽ ഫജ്ർ, പ്രഭാതം തന്നെയാണ് സത്യം. വലയാലിൻ അശ്ർ, ബർക്കത്താക്കപ്പെട്ട പവിത്രതയുള്ള മഹത്വങ്ങളേറിയ ശ്രേഷ്ഠതകൾ ഒരുപാടുള്ള ദുൽഹിജ്ജ മാസത്തിലെ ആ 10 ദിനരാത്രങ്ങൾ തന്നെയാണ് സത്യം. ഇവിടെ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞത് ദുൽഹിജ്ജ മാസത്തിലെ ആ 10 ദിവസങ്ങളെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിച്ചത് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലു അയ്യാമിദ് ദുനിയാ അയ്യാമുൽ അശ്ർ, ദുനിയാവിലെ ദിവസങ്ങളിൽ ഏറ്റവും നല്ല ദിവസം അത് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ് എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. ദിവസങ്ങളിൽ ഏറ്റവും നല്ല ദിവസം ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസമാണ്. അത് മാക്സിമം ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ നന്മ ചെയ്താൽ പ്രതിഫലം അല്ലാഹു കൂടുതൽ തരുന്നത് പോലെ തെറ്റു ചെയ്താൽ അല്ലാഹു ശിക്ഷയും കൂടുതൽ തരും.
അപ്പൊ മറ്റുള്ള മാസങ്ങളിൽ നിന്ന് വിഭിന്നമായി തെറ്റുകൾ ജീവിതത്തിൽ വരാതെയും സൂക്ഷിക്കണം. മനസ്സിലായോ? നന്മ മാത്രം ചെയ്തിട്ട് കാര്യമില്ല. ഈ ദിവസങ്ങളിൽ അള്ളാഹു ബഹുമാനിച്ച ദിവസമല്ലേ, അള്ളാഹു ആദരിച്ച ദിവസമല്ലേ. ഇപ്പൊ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഞാൻ എന്തൊക്കെയോ ചെയ്തിരുന്നു, ഈ 10 ദിവസങ്ങളിൽ അത് വരാൻ പാടില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ശരീരത്തെ, നമ്മുടെ കണ്ണുകളെ, നമ്മുടെ അവയവങ്ങളെയൊക്കെ നമ്മൾ സൂക്ഷിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. 10 രാത്രികളെ കൊണ്ട് തന്നെയാണ് സത്യം. അള്ളാഹു പറയാണ്, അഫ്ളലു അയ്യാമിദ് ദുനിയ അയ്യാമുൽ അശ്ർ, ദിവസങ്ങളിലെ ഏറ്റവും നല്ല ദിവസങ്ങൾ അത് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ടാണ് മറ്റുള്ള ദിവസങ്ങളിൽ നിന്ന് ഈ 10 ദിവസങ്ങൾക്ക് പ്രത്യേകത ലഭിച്ചത്? മറ്റുള്ള ദിവസങ്ങളിൽ നിന്ന് ഈ ദിവസത്തിന് പ്രത്യേകത ലഭിക്കാൻ കാരണം എന്താ? അതിന്റെ കാരണം എല്ലാ അമലുകളും ഒരുമിച്ച് കൂടുന്ന ദിവസമാണ്. ഇസ്ലാം കൽപ്പിച്ച എല്ലാ അമലുകളും ഈ 10 ദിവസത്തിൽ ഒരുമിച്ച് കൂടുന്നുണ്ട്. ഏതൊക്കെ? ഒന്ന് മിൻ ഹജ്ജിൻ, ഹജ്ജുണ്ട്. ഹജ്ജിലെ ഈ 10 ദിവസത്തിൽ ഹജ്ജിലെ അൽ ഹജ്ജു അറഫ, പ്രത്യേകിച്ച് അറഫയാണ് ഹജ്ജ് എന്ന ഹദീസ്. ഈ 10 ദിവസത്തിലാണ് ഹജ്ജ് സംഭവിക്കുന്നത്, വേറൊരു ദിവസത്തിലും ഹജ്ജില്ല. പിന്നെയോ സൗമിൻ വസിയാമിൻ, നോമ്പുണ്ട്. ഈ 10 ദിവസത്തിൽ നോമ്പുണ്ട്. ദുൽഹിജ്ജ 9-നുള്ള അറഫ നോമ്പ്, ദുൽഹിജ്ജ 9-നുള്ള അറഫ നോമ്പ്. പിന്നെയോ ഖിയാമിൻ, നിസ്കാരമുണ്ട്. വസദഖത്തിൻ, സദഖയുണ്ട്. വഇഹ്സാനിൻ, ജനങ്ങളിലേക്ക് ചെയ്യുന്ന നന്മയുണ്ട്. വഖിറാഅത്തിൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ പാരായണമുണ്ട്. അതേപോലെ വദിക്റിൽ റഹ്മാൻ, ദിക്റുണ്ട്. ഇതെല്ലാം ഒരുമിച്ച് കൂടിയ ദിവസങ്ങളായതുകൊണ്ട് അല്ലാഹു തആല ഈ ദിവസത്തിന് ഒരുപാട് പ്രതിഫലങ്ങൾ നൽകി എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 10 ദിവസങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതകൾ. അതിൽപ്പെട്ടതാണ് ഉദ്ഹിയ്യത്ത് എന്ന് പറയുന്ന സ്വതക്ക കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് ഉദ്ദേശിച്ചത്. പാവങ്ങളായ ആളുകൾ, മിസ്കീന്മാരായ ആളുകൾ, ഫഖീറുകളായ ദരിദ്രരായ ആളുകൾക്ക് അന്ന് പ്രയാസമുണ്ടാവാൻ പാടില്ല. അന്ന് ഭക്ഷണമില്ലാതെ പ്രയാസപ്പെടാൻ പാടില്ല. സുഭിക്ഷമായി മാംസം തിന്നാൻ അവസരം നൽകുന്നു. അപ്പൊ ജനങ്ങളിലേക്ക് ചെയ്യുന്ന നന്മയും ജനങ്ങളിലേക്ക് ചെയ്യുന്ന സ്വതക്കയും ഒരുമിച്ച് കൂടിയ ദിവസങ്ങളാണിത്. ഈ 10 ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന നന്മകൾ പോലെ വേറെ ഒരു ദിവസത്തിൽ നിങ്ങൾ നന്മ ചെയ്താലും ഇത്രത്തോളം അല്ലാഹു പ്രതിഫലം തരൂല. അല്ലാഹുവിന് ഇത്രത്തോളം ഇഷ്ടം തോന്നുന്ന മറ്റൊരു അമലുമില്ല എന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. അപ്പൊ എന്താ ഈ ദിവസത്തെ കുറിച്ച് മനസ്സിലാക്കി? ലൈലത്തുൽ ഖദർ അടക്കമുള്ള രാത്രി, ലൈലത്തുൽ ഖദർ അടക്കമുള്ള പകല് ഇവിടെ നബി തങ്ങൾ ഉൾപ്പെടുത്തി. 360 ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന സർവ്വ അമലുകളിലും പടച്ച റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഈ ദുൽഹിജ്ജ ആദ്യത്തെ 10 ദിവസത്തിൽ ചെയ്യുന്ന നന്മയാണ്. അപ്പൊ ചില്ലറ കാര്യമാണോ? ചില്ലറ ദിവസമാണോ ഇത്? നിസ്സാരമായി കാണേണ്ട ദിവസമാണോ? അല്ല. ഒന്ന് സടകുടഞ്ഞ് എഴുന്നേറ്റ്, ഒന്ന് അരക്കം മുറുക്കി ഉടുത്തിട്ട്, നബി തങ്ങളൊക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന 10 അരമുണ്ട് ഉറുക്കി ഉടുത്തു എന്നൊക്കെ പറയില്ല. അതേപോലെ ഒന്ന് ഒരുങ്ങി നിന്ന് അമൽ ചെയ്യേണ്ട ദിവസങ്ങളാണ്. ഇതിന് നമ്മൾ സാധാ ദിവസങ്ങളെ പോലെ കാണരുത്. മറ്റൊരു ഹദീസ് പറയുന്നുണ്ട്, മാ മിൻ അമലിൻ അസ്കാ ഇൻദല്ലാഹി അസ്സ വജൽ വലാ അഅ്ളമ അജ്റൻ മിൻ ഖൈരി യഅമലുഹു ഫീ അശ്രിൽ ലഹ. ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന നന്മകൾക്ക് പകരമായി മറ്റൊരു നന്മയില്ല എന്നാണ്, ഇതിനേക്കാളും മഹത്വമുള്ള മറ്റൊരു നന്മയില്ല എന്നാണ്. അപ്പോഴാണ് മഹാന്മാരായ സ്വഹാബാക്കൾ ചോദിച്ചത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഒരാൾ ധർമ്മ സമരം ചെയ്യാൻ വേണ്ടി ഇറങ്ങിയാൽ അയാൾക്കും ഇതിനേക്കാളും വലിയ പ്രതിഫലം കിട്ടൂലേ? സമ്പാദ്യങ്ങൾ ചെലവഴിച്ച് ജീവിതം തന്നെ അല്ലാഹുവിനെ സമർപ്പിച്ചുകൊണ്ട് ഗണത്തിലേക്ക് ധർമ്മ സമരം ചെയ്യാൻ വേണ്ടി ഒരാൾ ഇറങ്ങിയാൽ അയാൾക്കും ഇത്രത്തോളം പ്രതിഫലം കിട്ടൂലേ എന്ന് നബി തങ്ങളോട് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇല്ല, അവർക്കും കിട്ടൂല. ഏതൊരാളൊഴികെ സമ്പാദ്യങ്ങളെല്ലാം അല്ലാഹുവിനെ സമർപ്പിച്ചിട്ട് നേരെ രണാങ്കണത്തിലേക്ക് ചെന്ന് ധർമ്മ സമരം ചെയ്യുമ്പോ അല്ലാഹുവിന്റെ കലിമത്ത് ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ പാറിപ്പറക്കാൻ അല്ലാഹുവിന്റെ വചനം പ്രതീക്ഷിച്ചുകൊണ്ട് രക്തസാക്ഷിയായ ഒരാളൊഴികെ വേറെ ഒരാൾക്കും ഇത്രത്തോളം പ്രതിഫലം കിട്ടൂല എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അതുകൊണ്ട് എന്ത് വേണം? നന്നായി ഖുർആൻ ഓതാനുള്ള സമയമാണ്. അല്ലാഹു തആല സത്യം ചെയ്ത പവിത്രമായ ഈ 10 ദിവസങ്ങൾ നന്മ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കണം. നന്മ ചെയ്ത് അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടി, നിരന്തരമായി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കണം. പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. പ്രാർത്ഥനയിൽ നിന്ന് നമ്മൾ നിരാശരാവാൻ പാടില്ല. പ്രാർത്ഥന ഒരു മുഅ്മിനിന്റെ ആയുധമാണ്, നമ്മുടെ ആയുധമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് അല്ലാഹു തആല അനുഗ്രഹം ചെയ്തു തന്നാൽ, നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യം അല്ലാഹുവിനോട് ചോദിച്ചു, അല്ലാഹുവേ നീ എനിക്കത് തരണേ അല്ലാ. മക്കളില്ലാത്ത ഒരാൾ അല്ലാഹുവിനോട് മക്കളെ ചോദിച്ചു, ജോലിയില്ലാത്ത ഒരാൾ അല്ലാഹുവിനോട് ജോലി ചോദിച്ചു, വീടില്ലാത്ത ഒരാൾ അല്ലാഹുവിനോട് വീട് ചോദിക്കുകയുണ്ടായി. അങ്ങനെ നിരന്തരമായി ദുആ ചെയ്ത് അല്ലാഹു അയാളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുത്താൽ പിന്നെ അയാൾ ദുആയിൽ നിന്ന് പിന്മാറാൻ പാടുണ്ടോ? പിന്നെ അയാൾ അല്ലാഹുവിൽ നിന്ന് അകലാൻ പാടുണ്ടോ? പാടില്ല മുഅ്മിനീങ്ങളെ, അത് നന്ദികേടാണ്. അല്ലാഹുവിനോട് ചോദിച്ച കാര്യം കിട്ടിയാൽ പിന്നെയും ദുആ ചെയ്യാം. മക്കളില്ലാത്ത ഒരാൾ അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുവേ എനിക്ക് മക്കളെ തരണേ അല്ലാ എന്ന് ദുആ ചെയ്തു. 5 വർഷമായി 10 വർഷം കഴിഞ്ഞിട്ടാണ് അല്ലാഹു മക്കളെ കൊടുത്തത്. അതോടുകൂടി പിന്നെ ദുആ നിർത്താൻ പാടില്ല. മക്കളെ കിട്ടി, മോനെ കിട്ടി, ഇനി വേണം ദുആ. ഇനിയും ദുആ ചെയ്യാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ എനിക്ക് മക്കളെ തരണേ എന്ന് പിന്നെയും ദുആ ചെയ്യാ. ദുആ നിർത്തരുത് മുഅ്മിനീങ്ങളെ, ദുആ നിർത്തരുത്. വീട് കിട്ടിയാലും ദുആ നിർത്തരുത്, ആരോഗ്യം കിട്ടിയാലും ദുആ നിർത്തരുത്. അല്ലാഹുവിനെ മറന്നുകൊണ്ട് നന്ദികേട് കാണിക്കുന്നവരായി മാറാനും പാടില്ല നമ്മൾ. ഏതായാലും ഞാൻ എന്റെ വാക്കുകൾ അഭിസംബരിക്കുകയാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ. ഫിർഔൻ അവസാനമായി റൂഹ് തൊണ്ടക്കുഴി എത്തിയപ്പോഴാണ് പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹ് പറഞ്ഞു സമയം കഴിഞ്ഞിരിക്കുകയാണ്, അതിക്രമിച്ചിരിക്കുകയാണ്. റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തിയതിനു ശേഷമല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയേണ്ടത്. അതുകൊണ്ട് നിന്നെ രക്ഷപ്പെടുത്തൂല എന്നാണ് പറഞ്ഞത്. എന്നാൽ അതേപോലെ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അല്ലാഹു പറയുന്നുണ്ട്. ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ. യൂനുസ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കാരണം, യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് ദിക്ർ ചൊല്ലാൻ തുടങ്ങിയപ്പോ മഹാന്മാരായ മലക്കുകൾ അല്ലാഹുവിനോട് ചോദിക്കുകയുണ്ടായി, അല്ലാഹുവേ ഈ ശബ്ദം എവിടെ നിന്നോ കേട്ട് പരിചയമുള്ള ശബ്ദമാണല്ലോ, സൗത്തുൻ മഅറൂഫ്, പരിചയമുള്ള ശബ്ദമാണ് റബ്ബേ. മിൻ ബിലാദിൻ ഗരീബ, പരിചയമില്ലാത്ത നാട്ടിൽ നിന്ന് ഒരു പരിചയമുള്ള ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. അഥവാ സമുദ്രത്തിനടിയിൽ നിന്ന് ഇങ്ങനെ ഒരു ശബ്ദം മഹാന്മാരായ മലക്കുകൾ കേട്ടിട്ടില്ല ഇതുവരെ. പക്ഷേ ഈ ശബ്ദം കേട്ട പരിചയമുണ്ട് ഭൂമിയിൽ വെച്ചാണ്. അതാണ് അവർ പറഞ്ഞത്, ഗരീബായ പരിചിതമല്ലാത്ത അപരിചിതമല്ലാത്ത സ്ഥലത്തു നിന്ന് ഒരു പരിചയമുള്ള ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ റബ്ബേ. ആരുടെ ദിക്റാണ്, ആരുടെ പ്രാർത്ഥനയാണത്? അപ്പോഴാണ് അല്ലാഹു പറഞ്ഞത്, മലക്കുകളെ യൂനുസിന് ഓർമ്മയുണ്ടോ? യൂനുസിന്റെ പ്രാർത്ഥനയാണത്. അപ്പൊ മലക്കുകൾ ചോദിച്ചു, അല്ലാഹുവേ നിരന്തരമായി ദിക്ർ ചൊല്ലാറുള്ള, നിരന്തരമായി നിസ്കരിക്കാറുള്ള, നിരന്തരമായി പ്രാർത്ഥിക്കാറുള്ള യൂനുസിന്റെ ശബ്ദമാണോ? അപ്പൊ പറഞ്ഞു അല്ലാഹു അതെ. അപ്പൊ അല്ലാഹു ചോദിച്ചു, അല്ലാഹുവിനോട് മലക്കുകൾ ചോദിച്ചു, എന്നാൽ അല്ലാഹുവേ സന്തോഷമുള്ള സമയത്ത് മത്സ്യത്തിന്റെ വയറ്റിലകപ്പെടുന്നതിനും മുമ്പ് നിന്നെ ഓർത്തത് കാരണത്താൽ, നിനക്ക് വേണ്ടി ദിക്ർ ചൊല്ലിയത് കാരണത്താൽ, നിനക്ക് സ്വലാത്ത് ചൊല്ലിയത് കാരണത്താൽ നിന്റെ ആദ്യം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അകപ്പെട്ടപ്പോ നിനക്ക് അവരെ സഹായിച്ചുകൂടെ എന്ന് മഹാന്മാരായ മലക്കുകൾ അല്ലാഹുവിനോട് ചോദിച്ചു. എന്ത് സന്തോഷമുള്ള സമയത്ത്, ആരോഗ്യമുള്ള സമയത്ത്, ഈ പ്രതിസന്ധിയിൽ അകപ്പെടുന്നതിനു മുമ്പ് ദിക്ർ ചൊല്ലി സ്വലാത്ത് ചൊല്ലി നിസ്കരിച്ച് ജീവിച്ച ഒരാളായതുകൊണ്ട് അല്ലാഹുവേ പ്രതിസന്ധി ഘട്ടത്തിൽ നിനക്ക് കൂടെ നിന്നുകൂടെ. അപ്പം അല്ലാഹു പറഞ്ഞു മലക്കുകളോടത്. എന്നിട്ടാണ് മത്സ്യത്തോട് പുറത്തു പോയി മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിനെ പുറത്തേക്ക് തുറപ്പിക്കളയാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹുവിന്റെ ദുആ, നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കാൻ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അല്ലാഹു നമ്മുടെ കൂടെ നിൽക്കാൻ നമ്മൾ ചെയ്യേണ്ടത്. ആരോഗ്യമുള്ള സമയത്ത് അല്ലാഹുവിന്റെ കൂടെ നിൽക്കണം. കണ്ണുകൾ കൊണ്ട് ഹറാം ചെയ്യരുത്. ആരോഗ്യമുള്ള സമയത്ത് അല്ലാഹുവിനെ മറന്നു പോകരുത്. സമ്പത്തുള്ള സമയത്ത് അല്ലാഹുവിനെ മറന്നു പോകരുത്. അല്ലാഹു
അല്ലാഹുവിന്റെ കൂടെ നിൽക്കാൻ തയ്യാറായാൽ, യുവത്വം അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ചാൽ, യുവാക്കളെ, യുവതികളെ, ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, നമ്മുടെ യൗവനം അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ചാൽ, നമ്മുടെ വാർദ്ധക്യം അല്ലാഹു ഏറ്റെടുക്കും. നമ്മുടെ ആരോഗ്യം അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ചാൽ അല്ലാഹു തആല നമ്മുടെ രോഗമുള്ള സമയത്ത് കൂടെ ഉണ്ടാകും. സർവ്വസമയത്തും അല്ലാഹുവിനോട് ദുആ ചെയ്താൽ അല്ലാഹു തആല പ്രതിസന്ധി ഘട്ടത്തിലുള്ള ദുആയിനെ സ്വീകരിക്കും. മലക്കുകൾ റെക്കമെൻഡ് ചെയ്യും അല്ലാഹുവിനോട് ആ പ്രതിസന്ധി ഒന്ന് മാറ്റിത്തരാൻ. അതുകൊണ്ട് ഈ പവിത്രമായ ദിവസങ്ങളിലെ ദുൽഹിജ്ജ 10 ഈ 10 ദിവസങ്ങൾ നന്നായി ദുആ ചെയ്യാൻ, നന്നായി പ്രാർത്ഥിക്കാൻ, നിസ്കരിക്കാൻ, നോമ്പെടുക്കാൻ, ഉദ്ഹിയ്യത്ത് അറുക്കാനും നമ്മൾ എല്ലാവരും ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.